നമ്മൾ വെള്ളച്ചാട്ടത്തിൻ്റെ മുമ്പിൽ വന്നിരിക്കുന്നു. വേറെന്താണ് ഇവിടെ എത്തിക്കാവുന്നത്. ഇത് വേറെ വഴി അല്ലയോ? ഇതിപ്പോൾ ബ്ലൂവും റെഡും. അത് ഒരുപാട് പോകുന്ന ആൾക്കാർക്ക് ഇതാണ്ട് ഈ വഴി കൂടെ കയറി വന്ന് ഇല്ലയോ? റെഡാ, ഫുൾ റെഡ്. ഇല്ലെങ്കിൽ പോയി അങ്ങ് പോകണം. സമയം എടുക്കും അല്ലേ? ഏതായാലും 2 മിനിറ്റ് കഴിഞ്ഞിട്ട് പോകാം. ഏതായാലും ക്ഷീണിച്ചു. റെഡ് ബ്ലോക്ക് ഇപ്പോൾ നമുക്ക് പെന്നൽ ഫാൾസ് സ്റ്റൈലാണ്. പെന്നൽ ഫാൾസാണ് ആദ്യത്തെ ടോപ്പിൽ നിന്ന് വെള്ളം വരുന്നത്. ചാട്ടം താഴെ മാത്രമേ ഉള്ളൂ. അത് നമ്മൾ കണ്ടു. ഒന്ന് കേൾക്കാൻ മതി സൗണ്ട് എന്നാ. ഈ ലൊക്കേഷൻ എന്ന് പറയുന്നത് ഈ പെൻസിൽവാനിയ തന്നെയാണ്. അപ്പം നമ്മൾ കുറച്ച് വാട്ടർഫാൾസ് കാര്യങ്ങൾ അതൊക്കെയാണ് ഈ നമ്മൾ ഈ നയഗ്ര ഫാൾസ് എന്ന് പറഞ്ഞതുകൊണ്ട് പെൻസിൽവാനിയയുടെ ഒരു ഫാൾസാണ്, ഒരു വാട്ടർഫാൾസാണ്. അത് കാണാനാണ് നമ്മൾ വന്നിരിക്കുന്നത് അല്ലേ? ഓക്കെ. ഇത് മൊത്തം 4 ട്രെയിലാണുള്ളത്. ഗ്രീൻ ട്രെയിൽ എന്ന് ഒരു 15 മിനിറ്റ് നടക്കേണ്ട നമുക്ക്. നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് യെല്ലോ ട്രെയിലാണ്. മൊത്തം 45 മിനിറ്റ് ഉണ്ട്. നമ്മൾ എല്ലാവരും പകുതി നമ്മൾ റെഡിൽ കയറി. റെഡ് മൊത്തത്തിൽ 2 മണിക്കൂർ 30 മിനിറ്റാണ്. പക്ഷേ നമുക്ക് റെഡിൽ കയറിയാലും കുറച്ച് നമുക്ക് അതിലേക്ക് തിരിച്ചു വരാൻ പറ്റും. ഓരോ നമ്പർ ഇട്ടേക്കണ ഫുള്ള് വ്യൂ പോയിന്റ് ആണ്. ഓക്കെ. അപ്പം നമുക്കപ്പോൾ റെഡിൽ നമ്മളിപ്പോൾ കയറിയിട്ട് കുറച്ച് വന്ന് യെല്ലോ ചാടിയിട്ട് അവിടെ നമുക്ക് എക്സിഡൻറ്റ് തിരിച്ചു പോകാം അല്ലേ? ഇപ്പോൾ യെല്ലോ റെഡ് നമ്മൾ കയറിയിട്ടുണ്ട്. അത് നമുക്ക് തിരിച്ചു വരാൻ പറ്റും. കൊള്ളാമല്ലോ. നല്ല 45 മിനിറ്റ് നമ്മൾ നടക്കണോ? ഓ കൊള്ളാം. നമ്മൾ നടക്കുമെന്നുള്ളത് ബ്ലൂ 1 മണിക്കൂർ 15, റെഡ് ട്രെയിൽ 2.5 മണിക്കൂർ. ഓ 2.5 മണിക്കൂർ നടന്നു പോകണം. എന്തോ പാടേ ഇത്. നിങ്ങൾ കിടക്കുവാണ് സംഭവം അല്ലേ? അപ്പോൾ കാഴ്ചക്കാരൊക്കെ ഒരുപാട് ആൾക്കാർ ഓരോരോ നമുക്ക് ചൂസ് ചെയ്ത് എങ്ങോട്ട് വേണം പോകാം. ടിക്കറ്റ് എടുത്ത് അകത്ത് കയറി കഴിഞ്ഞാൽ നമുക്ക് എങ്ങോട്ട് വേണം പോകാം. പോകുമ്പോൾ ഡയറക്ഷൻ ഉണ്ട്, ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് യെല്ലോ, ഗ്രീന്, റെഡ്. അപ്പം ഈ ഓരോ പോയിന്റ് പോകുമ്പോഴും അതിനായിട്ടുള്ള എത്ര ടൈം നമുക്ക് എടുക്കും, എത്ര നേരം നമ്മൾ നടന്നു പോകണം എന്നുള്ളതിൻ്റെ കറക്റ്റായിട്ടുള്ള കാര്യം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഡയറക്ഷൻ. എന്താണ്ട് ഈ ഡയറക്ഷനിൽ നോക്കിയാണ് പോവുക. കണ്ടോ? ഇതിൽ എങ്ങോട്ടാണ് ആരോ ഇട്ടേക്കുന്നത് ആ രീതി അങ്ങോട്ട് നമുക്ക് പോകാണ്ടാവും. അങ്ങോട്ട് നമുക്ക് പോകാൻ പറ്റും. എങ്ങോട്ട് വേണം നമുക്ക് പോകാം. പക്ഷേ അതനുസരിച്ചുള്ള ടൈം നമുക്ക് എടുക്കും. നമ്മൾ ദൂരേന്ന് കണ്ട വാട്ടർഫാൾസിൻ്റെ അടുത്ത് നമ്മൾ എത്തിയിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ നമുക്ക് വീഡിയോ കാണാം. വെള്ളം നല്ലതായിട്ട് തിരിക്കുന്നുണ്ട്. കണ്ടോ? ഓ താഴോട്ട് ആ വീഴുന്ന വെള്ളം ഒന്ന് കേൾക്കാൻ വയ്യ. അടിയാണ് നമ്മളിത് മേലോട്ട് കയറി പോകണം അല്ലയോ? പോകുന്നപ്പോൾ യെല്ലോ ട്രെയിലാണ്. റെഡ് ട്രെയിൽ ആ വഴി. ഒന്നിനൊപ്പം അങ്ങനെ കേൾക്കാൻ വയ്യ. എന്തോ ഇപ്പം യെല്ലോ ട്രെയിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. റെഡ് ട്രെയിൽ ആ വഴിയാണ് പോകുന്നത്. അത് കുറച്ചും കൂടി ടൈം എടുക്കും. ആ ടൈം അങ്ങോട്ട് പോകാം അല്ലേ? അപ്പോൾ ആ ഒരു ഏരിയയിലേക്ക് പോകണമെങ്കിൽ ടൈം വേറെ എടുക്കും അല്ലയോ? ഓക്കെ. ഇത്ര നടന്നപ്പോൾ തന്നെ നല്ലതായിട്ട് അണയ്ക്കുന്നുണ്ട്. ഒത്തിരി നാൾക്ക് ശേഷമാണ് ഞാനിങ്ങനെ നടക്കുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കയറ്റമൊക്കെ ഉണ്ടല്ലോടാ, ഭയങ്കരമായിട്ട്. റെഡ് ബ്ലൂ ട്രെയിൻ. ഓക്കെ. ഇത് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഒരുപാടുണ്ട്. കയറി പോകണം ഇല്ലയോ? ഇത്ര കണ്ടോളൂ. ഇതിൻ്റെ എക്സിറ്റ് ആയി കാണുന്നത്. വെള്ളം വേണ്ട, വെള്ളം കുടിക്കാം. അകത്ത് കയറി ഈ വഴി നടക്കത്തില്ല. നമ്മുടെ കയ്യിൽ വെള്ളമൊക്കെ എടുത്ത് കുടിക്കുക. അപ്പോൾ ഇതൊക്കെ നടന്ന് നമ്മുടെ എന്താ പറയുന്നത്, നമ്മുടെ നേച്ചർ എൻജോയ് ചെയ്ത് നടക്കാം അല്ലേ? ഒക്കെ അതിനകത്തോളം എഴുതിയിട്ടുണ്ടോ അവന്മാർ? കണ്ടോ? ഇത് വായിച്ച് നോക്കുന്ന നമുക്ക് മനസ്സിലാവും. ഒരുപാട് നമുക്ക് നടക്കാനുണ്ട്. കണ്ടോ? ഈ എന്താണ് വന്ന റെഡ് അല്ലേ? റെഡ് ട്രെയിലിൽ കൂടെ പോയി കഴിഞ്ഞാൽ ഈ വഴി അങ്ങ് പോയാൽ മതി. നേരെ വെച്ച് പിടിച്ചാൽ മതി. നേരെ വെച്ച് പിടിച്ചാൽ കഴിഞ്ഞാൽ 1.5 മണിക്കൂർ അല്ലേടാ? 1.5 മണിക്കൂർ, 2.5 മണിക്കാണ് മൊത്തം പറഞ്ഞേക്കുന്നത്. ഈ 1.5-2 മണിക്കൂർ കൊണ്ട് നമ്മളങ്ങ് നടന്ന് ചെല്ലും. അവിടെ ആലോചിച്ച് എനിക്ക്
നടക്കാൻ ഇഷ്ടമുള്ള ആൾക്കാരൊക്കെ ഓക്കെയാണ്. ഏതാടാ എത്തിയല്ലേ? ഓ അത് ശരി. അതിന് കയറി പോവാൻ തിരിച്ചു കയറി പോയാ. ഓക്കെ ഓക്കെ. അവിടെ നമുക്ക് പോവാം. ഏതാ ഇതോ? ഇതിലേക്ക് എപ്പോൾ ചെല്ലുവിടും? എന്താണെങ്കിലും നമ്മൾ റെഡ് ട്രെയിലോട്ട് കയറാൻ പോവാണ്. 1.5 മണിക്കൂറെന്നാണ് പറയുന്നത്. നോക്കാം ഏതായാലും അത് നോക്കിയൊന്ന് പോവാം. നോക്കട്ടെ. കോയ് പെതുക്കെ കയറി. നമ്മൾ ഫുഡൊന്നും അങ്ങനെ എടുത്തൊന്നുമില്ലായിരുന്നു, പക്ഷെ വെള്ളം മാത്രമേ എടുത്തിട്ടുള്ളൂ. കോയ് ഇന്ന് ഒരു അരമണിക്ക് റിലാക്സ് ആയിട്ട് പോകണം. നിസ്സാരം അല്ലേ? അയ്യോ ഇപ്പം ഞാൻ പ്രതീക്ഷിച്ചില്ല. ഞാനിങ്ങനെയൊക്കെ വന്നിട്ട് എത്ര നാളായെന്നറിയോ? ഓഹോ വല്ലാത്തൊരു നടപ്പായി പോയി. ഇതിന്ന് പുറത്തു പോകുന്ന എങ്ങനെയാണെന്ന് നോക്ക്. അല്ല ഇവിടെ കിടക്കേണ്ടി വരും. വേറെ ഉണ്ട്. റെട്ടയിൽ പോയി നമുക്ക് എല്ലാവരും ചാടിയിട്ട് തിരിച്ചു വരാൻ പറ്റും. എങ്ങനെ? റെട്ടയിൽ പോയി നമ്മളിപ്പോൾ കയറിക്കണേ, അത് പോയാലും എല്ലാം നമുക്ക് കയറിയിട്ട് തിരിച്ച് ഇറങ്ങിപ്പോരാൻ പറ്റും. നമുക്ക് ഓക്കെ 13 റോഡുകളിനെ കണ്ടിട്ട് നമുക്ക് ഇറങ്ങിപ്പോരാൻ പറ്റും. ഓക്കെ തന്നെ പോകണമെന്ന് പോകുന്നതല്ല. ഓക്കെ നമുക്ക് കുറേ ഉണ്ട്. ഓക്കെ അപ്പം ചെപ്കോയാണ് മാപ്പ് പറഞ്ഞിരുന്നത്, ഇതനുസരിച്ച് വേണം പോകാൻ. അങ്ങനെ അവസാനം നമ്മൾ വീണ്ടും യാത്ര സ്റ്റാർട്ട് ചെയ്തു. പിന്നെ നമ്മളിങ്ങനെ കയറി ഇറങ്ങി പോകും. വേറെ പ്രത്യേകിച്ച് വെച്ച് കഴിഞ്ഞാൽ കുറേ കാഴ്ചയെ കണ്ടിട്ട് ഇങ്ങനെ കുറേ കാടും ഒരു മരങ്ങളും ഇങ്ങനെ കണ്ട് ചുമ്മാ ഇങ്ങനെ പ്രകൃതി ഇങ്ങനെ നമ്മൾ ആസ്വദിച്ച് നടന്നു പോവാം. കണ്ടോ ഇങ്ങനെ നടക്കാൻ ഒരുപാടുണ്ട്. നടന്നങ്ങ് പോയാൽ മതി ഇങ്ങനെ അങ്ങ്. അപ്പോൾ നമ്മൾ ഇത്രയും വലിയൊരു ഇതിലോട്ട് പോയിട്ട് ഇത്ര നാളായി. ഇങ്ങനെ ഒരു സംഭവമേ. ഇവിടെ പാമ്പൊക്കെ ഉണ്ട് കേട്ടോ. ഞാനിപ്പോൾ കുറച്ച് വലിയ പാമ്പിനെ കണ്ടായിരുന്നു. വീഡിയോ എടുക്കാൻ പറ്റിയില്ല എനിക്ക്. പെട്ടെന്ന് പോയി. ചെറിയൊരു പാമ്പായിരുന്നു. നമ്മുടെ നാട്ടിലെ നീർക്കോലി എന്നൊക്കെ പറയത്തില്ലേ, അതൊരു പാമ്പ്. ഇവിടെ ആരെയും കാണും, നമ്മൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂടാ. ആണോ? 2 പേര് എഴുതുന്നുണ്ട് അവിടുന്ന്. ഇവിടെ കുത്തനെയുള്ള ഇറക്കമാണ്. കൊണ്ടുകൊണ്ടോ ഇറങ്ങി തലോട്ട് പോകണം. ഓ നല്ല ഇറക്കമാണ്. അത് അവിടുന്ന് തുടങ്ങി കാണുന്നുണ്ടോ, ആ ഒരു ഇതിൽ നിന്ന് ഇറങ്ങി കയറിയാലോ ഇവിടെ ഇറങ്ങി ഇവിടം വരെ എത്തി. കാരണം ഇങ്ങനെയുള്ളൊരു രീതിയിലൊക്കെ പോകുമ്പോഴേ കണ്ടോ സ്നേഹിക്കിനെ കണ്ടോ കിടക്കുന്നുണ്ടോ? ചെറിയ പാമ്പാണ് തിരിച്ചു വരികയാണ്. ചെറിയ പാമ്പ് അല്ലേ? ഒരിക്കലും പാമ്പ് നമ്മൾ ഉപദ്രവിക്കാൻ പറ്റത്തില്ല. നമ്മൾ ഉപദ്രവിക്കാൻ ചെല്ലുമ്പോഴാണ് പാമ്പ് നമ്മൾ അറ്റാക്ക് ചെയ്യുന്നത്. ശരിയല്ലേ? ഇപ്പം നമ്മളിപ്പോൾ ഇത് ചവിട്ടി കഴിഞ്ഞാൽ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി ആണോ? കാരണം അതുങ്ങൾക്ക് നമ്മളെ പേടിയാണ്. അപ്പം ഇവിടുന്ന് പോയ ആൾക്കാരുണ്ടല്ലോ എന്നെ പറയാണ് ആ സൈഡിൽ ചെറിയ പാമ്പ് കിടക്കണം, സൂക്ഷിച്ച് നീ പോകണമെന്ന്. അതുകൊണ്ട് ഞാൻ പേടിച്ചു പോയി. അപ്പം നീ കണ്ടെന്ന് അവള് പറഞ്ഞു. ഇതാണ് സംഭവം. നമ്മളൊരു എൻഡി വന്നല്ലോ ചെപ്കോ. അപ്പോൾ ഈ എൻഡിൽ ചെറിയൊരു വാട്ടർഫോൾ. എടാ ആ മോളിൽ നിന്ന് വരുന്ന വെള്ളമാണ് ഇത് വേറെ ആയിരിക്കും. ആണല്ലേ? ഇത് വേറെ പാടല്ലേ? ഓക്കെ. അപ്പോൾ ഇങ്ങനത്തെ നാട്ടിലുണ്ടെങ്കിൽ ഒരു 4-3 കുളിക്കുക, നല്ല നാച്ചുറൽ വാട്ടർ. പിന്നെ അല്ലാതെ ഇവിടെ നമുക്ക് കുളിക്കാൻ പെർമിഷൻ ഇല്ല അതല്ലേ? വെള്ളം കുടിക്കാൻ എനിക്ക് തോന്നുന്നില്ല. കണത്ത് നല്ലതാണെങ്കിൽ തോന്നുന്നില്ല. കുടിക്കാൻ തോന്നുന്നില്ല. കുടിക്കല്ല, കുടിക്കുന്ന അതെ അതെ. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ സമ്മറല്ലേ, തണുപ്പിലാണ്. അപ്പം ഈ ഇവിടെ നിൽക്കാൻ കൊണ്ട് നീങ്ങാം. വാ. അവസാനം നമ്മൾ എക്സിറ്റായി. നമ്മൾ നല്ല നടപ്പുണ്ടായിരുന്നു, പ്രതീക്ഷകൾ നല്ല നടപ്പുണ്ടായിരുന്നു. വെള്ളം തീരാതെ പോയി. അപ്പം അങ്ങനെ ഞങ്ങൾ കാഴ്ചകളെല്ലാം കണ്ട് എക്സിറ്റോട്ട് അടുത്തു. സമാധാനം ഇത് കണ്ടപ്പോൾ എക്സിറ്റോട്ട്.